നമസ്കാരം. ന്യൂസ് ഈവനിങ്ങിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ദുരന്തത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് കെ മുരളീധരൻ. സ്വയം രാജിക്ക് തയ്യാറായില്ലെങ്കിൽ വീണ ജോർജിനോട് മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെടണം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ KPCC പ്രസിഡന്റിനെ മാറ്റേണ്ട കാര്യമില്ലെന്നും കെ മുരളീധരൻ. കെ സുധാകരൻ മാറണമെന്ന് തനിക്ക് വ്യക്തിപരമായ അഭിപ്രായമില്ല. പുതിയ പ്രസിഡന്റ് ജനങ്ങൾക്ക് ഫോട്ടോ കണ്ടാലെങ്കിലും തിരിച്ചറിയാവുന്ന ആളാകണമെന്നും കെ മുരളീധരൻ. ഭാരതീയ സംസ്കാരം എക്കാലത്തും പുതുമയോടെ നിലനിൽക്കുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും എല്ലാവരുടെയും ക്ഷേമം ലക്ഷ്യം വയ്ക്കുന്നതുമാണെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. ജാതി ചോദിച്ച് മതം തിരിച്ച് കൊലവാളെടുക്കുന്ന ഭീകരതയെ ചെറുത്തു തോൽപ്പിക്കാൻ ഭാരതീയന് കഴിയണം. മാത്തൂരിൽ നടന്ന പൈതൃക ജില്ലാ പാലക്കാട് 2025 പരിപാടി ശ്രദ്ധേയമായി. വിഴിഞ്ഞം കേന്ദ്ര സർക്കാരിൻ്റെ കുഞ്ഞു തന്നെയെന്ന് തുഷാർ വെള്ളാപ്പള്ളി. ഇപ്പോൾ പലരും ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ NDA മുന്നേറ്റമുണ്ടാക്കുമെന്നും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ പ്രചരണം ആരംഭിക്കുമെന്നും തുഷാർ വെള്ളാപ്പള്ളി. തച്ചനാട്ടുകരയിൽ കുഞ്ഞിനെ എടുത്ത് അമ്മ കിണറ്റിൽ ചാടിയ സംഭവത്തിൽ കുഞ്ഞ് ചികിത്സയിലിരിക്കെ മരിച്ചു. 2.5 വയസ്സുള്ള കുഞ്ഞിനെ എടുത്ത് അമ്മ കിണറ്റിൽ ചാടിയത് ഇന്നലെ രാത്രി. പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കുഞ്ഞു മരിച്ചത് ഇന്നു രാവിലെ. വാർത്തകൾ വിശദമായി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ദുരന്തത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് കെ മുരളീധരൻ. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന സാഹചര്യത്തിൽ KPCC പ്രസിഡന്റിനെ മാറ്റേണ്ട കാര്യമില്ലെന്നും മുരളീധരൻ പറഞ്ഞു. ജീവൻ രക്ഷിക്കേണ്ട സ്ഥാപനം ജീവൻ നഷ്ടപ്പെടുത്തുന്ന സ്ഥാപനമായി മാറിയെന്ന് മെഡിക്കൽ കോളേജ് ദുരന്തവുമായി ബന്ധപ്പെട്ട് കെ മുരളീധരൻ പ്രതികരിച്ചു. സംഭവത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി രാജിവെക്കണം. വീണ ജോർജിനോട് മുഖ്യമന്ത്രി തന്നെ രാജി ആവശ്യപ്പെടണമെന്ന് മുരളീധരൻ പറഞ്ഞു. സർക്കാർ ആശുപത്രികൾ താഴോട്ടു പോവുകയും സ്വകാര്യ ആശുപത്രികൾ തഴച്ചു വളരുകയുമാണ്. ഇത് സർക്കാരിൻ്റെ വീഴ്ചയാണെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ് ഉണ്ടായത്. ഷോർട്ട് സർക്യൂട്ട് മൂലമാണ്, മറ്റെന്ത് കാരണം കൊണ്ടാണെന്ന് അറിയില്ല. അവിടെ ഉണ്ടായ സംഭവത്തിൽ മനുഷ്യജീവൻ വരെ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായി. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ആരോഗ്യമന്ത്രിക്കുണ്ട്. ജീവൻ രക്ഷിക്കേണ്ട സ്ഥാപനം, മലബാറിലെ ഏറ്റവും വലിയ ഒരു സർക്കാർ ആശുപത്രി മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ദുരന്തം ഉണ്ടായപ്പോൾ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മന്ത്രി രാജിവെക്കേണ്ടതാണ്. സർക്കാർ ആശുപത്രികൾ പോലും മനുഷ്യജീവന് സുരക്ഷിതത്വമില്ല എന്നുള്ളത് ഇന്നലത്തെ സംഭവത്തോടുകൂടെ തെളിഞ്ഞിരിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന സാഹചര്യത്തിൽ KPCC പ്രസിഡന്റിനെ മാറ്റേണ്ട കാര്യമില്ല. ഇത് സംബന്ധിച്ച് ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനമെടുക്കണം. പുതിയ പ്രസിഡന്റ് ജനങ്ങൾക്ക് ഫോട്ടോ കണ്ടാലെങ്കിലും തിരിച്ചറിയാവുന്ന ആളാകണമെന്ന് മുരളീധരൻ പറഞ്ഞു. ആന്റണിയെയാണോ ഉദ്ദേശിച്ചത് എന്ന ചോദ്യത്തിന് ആന്റണിക്ക് യോഗ്യതയുള്ളതുകൊണ്ടാണ് MP ആയതെന്ന് മുരളീധരൻ പറഞ്ഞു. അതേസമയം കെ സുധാകരൻ മാറണമെന്ന് തനിക്ക് വ്യക്തിപരമായ അഭിപ്രായമില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കി. അല്ല, എല്ലാവരും യോഗ്യരാണ്. യോഗ്യത ആളായതുകൊണ്ടാണ് MP തിരഞ്ഞെടുക്കുന്നത്. അല്ലാതെ യോഗ്യതയില്ലാത്തവരെ ജനം തിരഞ്ഞെടുക്കുകയൊന്നുമില്ലല്ലോ. പക്ഷേ മൊത്തത്തിൽ പറയുന്നത് കാര്യം, ആര് പ്രസിഡന്റ് ആക്കണം എന്നുള്ളത് ഹൈക്കമാൻഡ് തീരുമാനിച്ചോട്ടെ. പക്ഷേ കേരളത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന, ഫോട്ടോ കണ്ടാൽ ആളെ തിരിച്ചറിയുന്ന വ്യക്തി വേണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലല്ല, എല്ലാ തീരുമാനങ്ങളും ഹൈക്കമാൻഡ് എടുക്കട്ടെ. ആരെ ഞാൻ ഒരു വ്യക്തിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞ മൊത്തത്തിലുള്ളൊരു ചിത്രം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എൻ്റെ അഭിപ്രായം മാറേണ്ടതില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഭാരതീയ സംസ്കാരം എക്കാലത്തും പുതുമയോടെ നിലനിൽക്കുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും എല്ലാവരുടെയും ക്ഷേമം ലക്ഷ്യം വയ്ക്കുന്നതുമാണെന്ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ജാതി ചോദിച്ച് മതം തിരിച്ച് കൊലപ്പെടുത്തുന്ന ഭീകരതയെ ചെറുത്തു തോൽപ്പിക്കാൻ ഭാരതീയ സംസ്കാരം ഉൾക്കൊണ്ട് ജീവിക്കുന്ന നമുക്ക് കഴിയണമെന്നും അർലേക്കർ പറഞ്ഞു. മാത്തൂർ അഞ്ചുമൂർത്തി ക്ഷേത്രാങ്കണത്തിൽ സംഘടിപ്പിച്ച പൈതൃക ജില്ലാ പാലക്കാട് 2025 പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ. മാത്തൂർ ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രാങ്കണത്തിൽ സന്ദീപനി സാധനാലയ ചാരിറ്റബിൾ വെൽഫെയർ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പൈതൃക ജില്ലാ പാലക്കാട് 2025 ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
എല്ലാവരുടെയും ക്ഷേമം ലക്ഷ്യം വയ്ക്കുന്ന വസുദൈവ കുടുംബകമാണ് ഭാരതീയ സനാതനധർമ്മത്തിൻ്റെ കാതലായ വശമെന്നും ജാതി ചോദിച്ച് മതം തിരിച്ച് കൊലപ്പെടുത്തുന്ന ഭീകരതയെ ചെറുത്തുതോൽപ്പിക്കാൻ ഭാരതീയ സംസ്കാരം ഉൾക്കൊണ്ട് ജീവിക്കുന്ന നമുക്ക് സാധിക്കണമെന്നും ഗവർണർ ആലേക്കർ പറഞ്ഞു. And we are witnessing some changes in the society. Changes in the society come when there are changes in our hearts. And that heart changing is happening these days. We have just released 2 books. On your behalf, I have released them. And these 2 books, one is Untold Narrative and another is about our tribals, our Vanvasi Bandhu, and regarding them. Both the books are very much necessary to understand what is happening in our society, what the narrative is being set, how the tribals are being treated, how they were treated in earlier years. These books are very much important. Then we have also felicitated some people here. The word people, common people, is not suiting for them. It should not. Because they are the leaders of our society. They are the guides for our society. That is the reason why we have felicitated them. They have served the society without keeping any reservations, without keeping anything for themselves. That is the reason why we have felicitated them. RSS പ്രചാരക് എസ് സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. മുൻ DIG അജിത് കുമാർ വർമ്മ, സന്ദീപനി സാധനാലയ വെൽഫെയർ ട്രസ്റ്റ് ചെയർമാൻ KK പത്മഗിരീഷ്, ചിന്മയ മിഷൻ പാലക്കാട് തലവൻ സ്വാമി അശേഷാനന്ദ സരസ്വതി തുടങ്ങിയവർ സംസാരിച്ചു. ശ്രുതി ശ്യാം സ്വാഗതവും നിവേദ്യ കൃഷ്ണകുമാർ പ്രാർത്ഥനാഗീതവും ആലപിച്ചു. ചടങ്ങിൽ പാലക്കാടൻ പൈതൃകത്തിൻ്റെ ഭാഗമായി വിവിധ മേഖലകളിൽ പ്രശസ്തരായവരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വിഴിഞ്ഞം കേന്ദ്ര സർക്കാരിൻ്റെ കുഞ്ഞു തന്നെയെന്ന് തുഷാർ വെള്ളാപ്പള്ളി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ NDA മത്സരിക്കുമെന്നും തുഷാർ വെള്ളാപ്പള്ളി പാലക്കാട്ട് പറഞ്ഞു. കടമായിട്ടാണെങ്കിലും വിഴിഞ്ഞം പദ്ധതിക്ക് കേന്ദ്രവും ഫണ്ട് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പലരും ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. വിഴിഞ്ഞം കേന്ദ്ര സർക്കാരിൻ്റെ കുഞ്ഞു തന്നെ. പ്രചരണങ്ങൾ മാത്രമല്ല, കാര്യം ഇന്ത്യ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നമുക്ക് കേരളത്തിൽ തന്നെ ആലപ്പുഴ, അതുപോലെ തന്നെ കൊല്ലം ഉൾപ്പെടെയുള്ള നമ്മുടെ ഹൈവേകൾ മുഴുവൻ എടുത്ത് വെച്ചു. പിന്നെ ഈ പറഞ്ഞ വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്തിന് മുമ്പുള്ള കാലം തൊട്ട് തന്നെ ചർച്ചയിലിരിക്കുന്ന വിഷയമാണ്. ഇതുവരെ ഇതാരും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം നമുക്കറിയാം ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ഏതാണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് നടക്കാത്ത കാര്യങ്ങൾ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ വിഴിഞ്ഞ തുറമുഖ പദ്ധതി എന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നെ ആർക്ക് വേണമെങ്കിലും എല്ലാവർക്കും കല്ലിട്ടതൊരാൾ, നടത്തിയതൊരാൾ എന്നൊക്കെ പറയാം. യഥാർത്ഥത്തിൽ അത് പിന്നെ NDA സർക്കാരിൻ്റെ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കുഞ്ഞു തന്നെയാണ്, സംശയമുള്ള കാര്യമല്ല. രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടന വേദിയിലിരുന്ന് മുദ്രാവാക്യം വിളിച്ചത് വിവാദമാക്കേണ്ടതില്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ഇതിപ്പോൾ പ്രധാനമന്ത്രി വന്ന ഒരു വേദിയിൽ അദ്ദേഹം കയറി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെപ്പറ്റി ഒരുപാട് പറയേണ്ട കാര്യമുണ്ട്. മുദ്രാവാക്യം വിളിച്ചത് അദ്ദേഹം BJP നേതാവെന്നൊന്നും അല്ല വിളിച്ചത്. അതൊന്നല്ലല്ലോ വിളിക്കാത്ത കാര്യം പറയുന്നത്. എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും കണ്ടതാണ്. BJP നേതാവ് വിളിച്ച് ഞാൻ കണ്ടില്ല. കൗൺസിലർമാർ വിളിക്കുന്ന ആളെ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ NDA മത്സരിക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ പ്രചരണം ആരംഭിക്കുമെന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ പോലെ നിലമ്പൂരിലും മുന്നേറ്റമുണ്ടാക്കുമെന്നും SNDPക്ക് ഒരു രാഷ്ട്രീയ കക്ഷിയുമായും പ്രത്യേക അടുപ്പമില്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. കാര്യം ഇപ്പോൾ എല്ലാ സ്ഥലത്തും കഴിഞ്ഞ പ്രാവശ്യം തന്നെ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഏതാണ്ട് ഒരു സീറ്റ് ജയിക്കുകയും മറ്റുള്ള സീറ്റുകളിലെല്ലാം വലിയ രീതിയിലുള്ള മുന്നേറ്റം നടക്കുകയും പിന്നെ അതുകൂടാതെ പിന്നെ പാർലമെൻറ്റ് നിയമസഭാ സീറ്റുകൾ നോക്കുകയാണെങ്കിൽ 10-20 സീറ്റുകൾ നമ്മൾ ലീഡ് ചെയ്യുന്ന അവസ്ഥയിലൊക്കെ ശക്തമായിട്ടുള്ള മത്സരം അവിടെ ഉണ്ടാവും. പക്ഷേ LDF UDF അവിടെ പ്രചാരണ പ്രവർത്തനം തുടങ്ങി. NDA ഒന്നും തുടങ്ങിയിട്ടില്ല. ആ തീരുമാനം എടുത്തിട്ടില്ല. അടുത്ത ദിവസം തീരുമാനം എടുത്തിട്ട് കാൻഡിഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ടേ SNDP കൂടുതലായിട്ട് CPM-ആയിട്ട് അടുക്കുകയാണ്. SNDP യോഗം അങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഒന്നുമായിട്ട് പ്രത്യേക അടുപ്പവും വിരോധമില്ല. അതൊരു സാമുദായിക സംഘടനയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
തച്ചനാട്ടുകരയിൽ കുഞ്ഞിനെ എടുത്ത് അമ്മ കിണറ്റിൽ ചാടിയ സംഭവത്തിൽ കുഞ്ഞ് മരിച്ചു. തച്ചനാട്ടുകര കൂത്തുപറമ്പ് വീട്ടിൽ ചന്ദ്രൻ്റെ മകൾ 27 വയസ്സുള്ള കാഞ്ചന, 2.5 വയസ്സ് പ്രായമുള്ള കാശി എന്ന് വിളിക്കുന്ന വേദിക്കിനെ എടുത്ത് കിണറ്റിൽ ചാടുകയായിരുന്നു. ഇരുവരെയും കിണറ്റിൽ നിന്ന് കയറ്റി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ ഇന്നു രാവിലെ കുഞ്ഞ് മരിച്ചു. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് അമ്മയും കുഞ്ഞും വീട്ടിലെ കിണറ്റിൽ ചാടിയത്. രാത്രി ശക്തമായ കാറ്റും മഴയും ഉണ്ടായ സമയത്ത് വൈദ്യുതി തടസ്സം നേരിട്ടിരുന്നു. ഈ സമയത്തായിരുന്നു സംഭവം. വീട്ടുകാർ കാഞ്ചനയെ സമീപത്തെ വീട്ടിൽ അന്വേഷിച്ചെങ്കിലും കണ്ടില്ല. തുടർന്ന് കിണറിൻ്റെ പൈപ്പ് ഇളകുന്നത് കണ്ടപ്പോഴാണ് കിണറ്റിൽ വീണെന്ന് മനസ്സിലായത്. ഉടൻ ഫയർഫോഴ്സിനെയും നാട്ടുകൽ പോലീസിനെയും അറിയിച്ചു. ഉടൻ തന്നെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാവിലെ കുട്ടി മരണപ്പെട്ടു. ചെമ്മാണിയോട് പയ്യുംപുള്ളി പടിക്കൽ ഷിജുവാണ് കാഞ്ചനയുടെ ഭർത്താവ്. മാസങ്ങളായി കാഞ്ചന സ്വന്തം വീടായ തച്ചനാട്ടുകര കൂത്തുപറമ്പിൽ മാതാപിതാക്കൾക്കൊപ്പമാണ് താമസം. നാട്ടുകൽ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മലമ്പുഴയിൽ ട്രെയിനിടിച്ച് 9 പശുക്കൾ ചത്തു. അലക്ഷ്യമായി കന്നുകാലികളെ അഴിച്ചുവിട്ട ഉടമകൾക്കെതിരെ കേസെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മലമ്പുഴ നവോദയ വിദ്യാലയത്തിന് സമീപം കാത്തിരക്കടവ് കൊട്ടയക്കാട് പുഴപ്പാലം പരിസരത്താണ് തീവണ്ടിയിടിച്ച് 9 പശുക്കൾ ചത്തത്. ശനിയാഴ്ച പുലർച്ചെ 12 മണിയോടെയാണ് അപകടമുണ്ടായതെന്ന് കരുതുന്നു. മലമ്പുഴ പോലീസ്, റെയിൽവേ അധികൃതർ, മൃഗഡോക്ടർ എന്നിവർ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അലക്ഷ്യമായി കന്നുകാലികളെ അഴിച്ചുവിട്ട ഉടമയ്ക്കെതിരെ കേസെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ചത്ത പശുക്കൾക്ക് ഇൻഷുറൻസ് തുക ലഭിക്കാൻ സാധ്യതയില്ലെന്ന് മൃഗഡോക്ടർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ കൈമകുന്നത്തുകാവിൽ നടക്കുന്നത് ക്ഷേത്ര സംസ്കാരത്തിന് യോജിക്കാത്ത കാര്യങ്ങളെന്ന് ഭക്തജനസംഘം. ട്രസ്റ്റികൾ ക്ഷേത്രം അഴിമതിയുടെയും ധൂർത്തിൻ്റെയും അരങ്ങാക്കി. ജില്ലാ കളക്ടർ, ദേവസ്വം ബോർഡ് എന്നിവർക്ക് പലതവണ പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിൽ പ്രത്യക്ഷ സമരപരിപാടികൾ ആരംഭിക്കാനാണ് തീരുമാനമെന്ന് ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചിനക്കത്തൂർക്കാവ് കഴിഞ്ഞാൽ വരുമാനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന മണ്ണൂർ കൈമകുന്നത്തുകാവിലെ അഴിമതി നടത്തുന്നത് ക്ഷേത്രം ട്രസ്റ്റികളാണ്. പാരമ്പര്യ ട്രസ്റ്റി എന്ന അധികാരം ഉപയോഗിച്ചാണ് ക്ഷേത്ര സംസ്കാരത്തിന് നിരക്കാത്ത കാര്യങ്ങൾ നടത്തുന്നത്. ഭക്തർ കൊടുക്കുന്ന വഴിപാടുകളിലും ക്ഷേത്ര വരുമാനത്തിലും കൈയിട്ട് വാരുകയാണ്. ഭക്തരുടെ പണം ഉപയോഗിച്ച് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനത്തിലും അഴിമതി നടന്നിട്ടുണ്ട്. ആവശ്യങ്ങൾക്കോ ക്ഷേത്ര സംസ്കാരത്തിന് വേണ്ടി വിനിയോഗിക്കാത്ത തരത്തിൽ അത് മുഴുവൻ ട്രസ്റ്റിയുടെ മാത്രമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ദേവസ്വം ബോർഡിന്റെ അംഗീകൃതമായ ദേവസ്വം ബോർഡിന്റെ നിയമങ്ങൾ പാലിക്കേണ്ട ക്ഷേത്രത്തില് അവരുടെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ട്രസ്റ്റി ബോർഡ് അവരുടെ സ്വന്തം താല്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കുക, കണക്കുകൾ ബോധ്യപ്പെടുത്താതിരിക്കുക, നിയമന തത്വങ്ങൾ അട്ടിമറിക്കുക എന്നിവ പതിവായി മാറി. കെടുകാര്യസ്ഥതയിൽ നിന്നും അഴിമതിയിൽ നിന്നും ധൂർത്തിൽ നിന്നും ക്ഷേത്രത്തിനെ മോചിപ്പിക്കണമെന്നതാണ് ഭക്തജന കൂട്ടായ്മയുടെ ആവശ്യം. ക്ഷേത്ര നടത്തിപ്പിൽ ഭക്തജന പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്ന ആവശ്യവും ദേവസ്വം ബോർഡ് അംഗീകരിക്കുന്നില്ല. ക്ഷേത്രം വെളിച്ചപ്പാടിനോട് മനുഷ്യത്വരഹിതമായാണ് ട്രസ്റ്റികൾ പെരുമാറുന്നത്. വേതനം നൽകാതെയും വെളിച്ചപ്പാടിൻ്റെ വാളും ചിലമ്പും എടുത്തുമാറ്റിയും കള്ളക്കേസിൽ കൊടുക്കുകയാണ്. ഇതിനെതിരെ 8-ന് ക്ഷേത്രത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ക്ഷേത്ര ജീവനക്കാര് ക്ഷേത്ര സംസ്കാരമില്ലാത്ത രീതിയിൽ മദ്യപിച്ചുകൊണ്ട് ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ പോയ ഒരു സംഭവം ഈ ഇടയ്ക്കുണ്ടായി. അതിനെതിരെ ഭക്തജനങ്ങൾ കളക്ടർക്ക്, ദേവസ്വം കമ്മീഷണർക്ക്, അസിസ്റ്റന്റ് കമ്മീഷണർക്ക്, ചെയർമാൻ ഇവർക്കൊക്കെ പരാതികൾ കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും കൃത്യമായിട്ടുള്ള ഒരു മറുപടി നമുക്ക് കിട്ടുന്നില്ല. 10-20 വർഷമായി അവിടെ ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടായി ക്ഷേത്ര വിശ്വാസികളുടെ മനസ്സിനുള്ളിലേക്ക് വേദന ജനിപ്പിക്കുന്നതാണ്. അദ്ദേഹത്തിന് ഇനി റിട്ടയർഡ് ആവാൻ ആകെ 2 വർഷമുള്ളൂ. ആ ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് അദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ ബാലിശമായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഏകദേശം 10 മാസമായി 1 രൂപ പോലും ശമ്പളം കൊടുക്കാതെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിനെതിരെ 6-7 കള്ള കേസുകൾ കൊടുത്ത് ട്രസ്റ്റി ബോർഡ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കും. വിവേക് കേരളശ്ശേരി, എൻ തങ്കപ്പൻ,
VK ഹരി, രാജേന്ദ്രൻ പൊതിയത്ത്, K രാധാകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലോട്ടറി ക്ഷാമം പരിഹരിക്കാനാണ് മുഖവില 50 രൂപയാക്കി വർദ്ധിപ്പിച്ചതെന്ന വാദം നീതിക്കും യുക്തിക്കും നിരക്കുന്നതല്ലെന്ന് കേരള ലോട്ടറി ട്രേഡേഴ്സ് ഫെഡറേഷൻ AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. ബാബു. ലോട്ടറി ക്ഷാമം പരിഹരിക്കാൻ അന്യസംസ്ഥാനങ്ങളിലേക്കുള്ള ലോട്ടറി ടിക്കറ്റ് കടത്ത് തടയണമെന്നും സീരീസ് വർദ്ധിപ്പിക്കണമെന്നും C. ബാബു പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ടിക്കറ്റ് ക്ഷാമം പരിഹരിക്കേണ്ടത് സീരീസ് വർദ്ധിപ്പിച്ചുകൊണ്ടാവണം. ലോട്ടറി ലോബികൾ, അന്യസംസ്ഥാന ചൂതാട്ടക്കാർ എന്നിവർക്ക് ടിക്കറ്റ് മറച്ചു വിൽക്കാതിരുന്നാൽ തന്നെ ടിക്കറ്റ് ക്ഷാമം പരിഹരിക്കാനാകും. അംഗപരിമിതർ, ലോട്ടറി വിൽപ്പന നടത്തി ഉപജീവനം നടത്തുന്ന ഭിന്നശേഷിക്കാർ, വിധവകൾ, വയോജനങ്ങൾ തുടങ്ങിയവരെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് നിലവിലെ ലോട്ടറി നയം. സമ്മാനം വർദ്ധിപ്പിച്ചു എന്ന പ്രചരണം തട്ടിപ്പാണ്. സമ്മാനത്തുക വർദ്ധിപ്പിച്ചെങ്കിലും എണ്ണം കുറയ്ക്കുകയാണ് ചെയ്തത്. ഒരു കുടുംബത്തിലെ തന്നെ നിരവധി പേരും ബിനാമികളും ഉദ്യോഗസ്ഥ ലോബിയുടെ സഹായത്തോടെ ഏജൻസി എടുക്കുന്നത് മൂലം സാധാരണക്കാർ തഴയപ്പെടുകയാണ്. അന്യസംസ്ഥാന ലോട്ടറി മാഫിയയാണ് കേരള ലോട്ടറി നിയന്ത്രിക്കുന്നത്. ഇതിന് പരിഹാരമുണ്ടാകണം. ലോട്ടറി ക്ഷേമനിധിയിൽ നിന്ന് 7.5 കോടി രൂപയാണ് ഉദ്യോഗസ്ഥർ അടിച്ചു മാറ്റിയത്. ഇതു സംബന്ധിച്ച് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും C. ബാബു ആവശ്യപ്പെട്ടു. അങ്ങനെ 3 തരത്തിലായാൽ 25 ടിക്കറ്റ് പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ മറ്റൊരു നിർദ്ദേശം കൂടി ഞങ്ങൾ വയ്ക്കുന്നുണ്ട്. 0 മുതൽ ലോട്ടറി ടിക്കറ്റ് അടിച്ചു തുടങ്ങിയ 4 × 9 36 ലക്ഷം ടിക്കറ്റ് അഡീഷണൽ ആയിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഒരു ടിക്കറ്റിന്റെ അല്ലെങ്കിൽ ക്ഷാമം ഉണ്ടായാൽ അത് അച്ചടിക്കുക അല്ലെങ്കിൽ അത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായി ചെയ്യുന്നത്. മുഖവില വർദ്ധിപ്പിക്കലല്ല. നമ്മുടെ സംസ്ഥാനത്തൊക്കെ തന്നെ ഭക്ഷ്യക്ഷാമം ഉണ്ടാകും. ആ ഭക്ഷ്യക്ഷാമം ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിന്റെ വില കൂട്ടലല്ല, ഭക്ഷ്യോൽപാദനവും ഇറക്കുമതിയും ഉണ്ടാക്കുകയാണ്. അല്ലാതെ മുഖവില വർദ്ധിപ്പിച്ചുകൊണ്ടോ വില കൂട്ടിയതുകൊണ്ടോ ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ കഴിയില്ല. അത് തന്നെയാണ് ഈ ലോട്ടറി മേഖലയിലും എടുക്കാനുള്ളത് എന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്. ഒരു വിലാസവുമില്ലാത്തവർക്ക് പോലും ലോട്ടറി ഏജൻസി ലഭിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത്. നിയമവിരുദ്ധമായ ഓൺലൈൻ വിൽപ്പന നടക്കുമ്പോൾ തന്നെ വ്യാജ പ്രിൻറ്റിങ്ങും വിൽപ്പനയും തകൃതിയായി നടക്കുന്നുണ്ടെന്നും ഇത് തടയണമെന്നും ബാബു ആവശ്യപ്പെട്ടു. ജില്ലാ ലോട്ടറി ഓഫീസുകളിൽ വൻ തട്ടിപ്പാണ് നടക്കുന്നത്. കേരളത്തിൻ്റെ വരുമാനമാർഗമായ ലോട്ടറി മേഖലയെ തകർക്കുന്ന നയം പിൻവലിച്ചില്ലെങ്കിൽ AITUC സമരത്തിനിറങ്ങുമെന്നും C. ബാബു വ്യക്തമാക്കി. AITUC സംസ്ഥാന സെക്രട്ടറി KC ജയപാലൻ, കേരള ലോട്ടറി ട്രേഡേഴ്സ് ഫെഡറേഷൻ AITUC ജില്ലാ പ്രസിഡന്റ് M. ഹരിദാസ്, സുനിൽകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ റെയിൽവേ പോലീസും ചെറുതുരുത്തി PNNM ആയുർവേദ മെഡിക്കൽ കോളേജും സംയുക്തമായി റെയിൽവേ സ്റ്റേഷനിൽ ലഹരിക്കെതിരെ തെരുവ് നാടകം സംഘടിപ്പിച്ചു. ലഹരി എന്ന മാരക വിപത്തും അതിജീവനവും എന്ന ആശയത്തിലായിരുന്നു നാടകം. റെയിൽവേ പോലീസ് SI അനിൽ മാത്യു ഉദ്ഘാടനം ചെയ്തു. 6 മാസം നീണ്ടു നിൽക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇന്ന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുകയും റെയിൽവേ പോലീസും കഴിയുകയും അതിയായ സന്തോഷമുണ്ട്. ഇതിന് സൗകര്യം ഒരുക്കി തന്ന ഷൊർണൂർ റെയിൽവേ അധികൃതരോടാണ് ആദ്യമായി നന്ദി പറയാനുള്ളത്. അപ്പോൾ ഞങ്ങളോടൊപ്പം കൈകോർക്കാനായിട്ട് ചെറുതുരുത്തി PNNM ആയുർവേദ മെഡിക്കൽ കോളേജാണ്. അതിലെ എല്ലാ ടീച്ചർമാർക്കും അതിലെ കുട്ടികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കും. PNNM ആയുർവേദ മെഡിക്കൽ കോളേജിലെ BAMS ബിരുദ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിലാണ് തെരുവ് നാടകം അവതരിപ്പിച്ചത്. വർദ്ധിച്ചു വരുന്നിട്ടുണ്ട്. കേരളത്തിൽ
എല്ലാ മാതാപിതാക്കളുടെയും ഒരു ഉത്കണ്ഠയും ഒരു ഭയം കൂടിയാണ് ഈ ലഹരി ഇത്രയധികം നമ്മുടെ ചെറിയ കുട്ടികൾ ഉപയോഗിക്കുന്നത്. അപ്പം അതിനെതിരെ ഒരു ബോധവൽക്കരണം കൂടെ അതിനുവേണ്ടി ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്യുന്ന ഷൊർണൂർ റെയിൽവേ പോലീസിനോട് പ്രത്യേകം നന്ദി ഞങ്ങൾ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. PNNM കോളേജ് സ്വസ്ഥവൃത്തം വിഭാഗം മേധാവി പ്രൊഫസർ ഡോക്ടർ AV സ്മിത സ്വാഗതം പറഞ്ഞു. SIമാരായ ഹരിദാസ്, ജയപ്രകാശ് എന്നിവർ ആശംസകൾ അറിയിച്ചു. PNNM ആയുർവേദ കോളേജ് രോഗനിദാനം വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ CJ ജോത്സ്ന നന്ദി പറഞ്ഞു. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. കുളപ്പുളി ഫെസ്റ്റിൻ്റെ ഭാഗമായി പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് മിനി മാരത്തൺ സംഘടിപ്പിച്ചു. ടീം കൗബോയ്സിൻ്റെ നേതൃത്വത്തിലാണ് മാരത്തൺ സംഘടിപ്പിച്ചത്. ജെറിൻ ജോൺസൺ, ടിനോ ഷൊർണൂർ എന്നിവരാണ് മാരത്തൺ നയിച്ചത്. ഷൊർണൂർ CSI ചർച്ച് റവറൻഡ് ഷിനു എബ്രഹാം ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇതിന് മഹത്വമുണ്ടാകട്ടെ. ഈ കുളപ്പള്ളി ഫെസ്റ്റിൻ്റെ കൗബോയ്സ് എന്ന ടീം നമ്മുടെ പഹൽഗാമിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ മാരത്തോൺ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ സഹോദരങ്ങൾ എന്നത് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന് വേണ്ടി കൂടെയാണ്. ക്ലബ്ബ് രക്ഷാധികാരി അഷ്കർ, ഫെസ്റ്റ് പ്രസിഡന്റ് MC ജലാൽ, ആഷിഖ് തോണിക്കടവിൽ, ക്ലബ്ബ് സെക്രട്ടറി റമീസ് സലാം, പ്രസിഡന്റ് സുജിത്ത് എന്നിവർ നേതൃത്വം നൽകി. പഹൽഗാമിൽ മരണപ്പെട്ട സഹോദരങ്ങൾക്കും അതേപോലെ തന്നെ നമ്മുടെ അവരുടെ കുടുംബങ്ങൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ടീം ക്ലബ്ബായിട്ടുള്ള ടീം കൗബോയ്സിൻ്റെ നേതൃത്വത്തിൽ ടീമും ടീമിൻ്റെ നേതൃത്വത്തിലുള്ള ഈ മാരത്തോൺ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. പൊതുവാൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാരത്തൺ റെയിൽവേ സ്റ്റേഷൻ, ഷൊർണൂർ ടൗൺ ചുറ്റി കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. സമാപനം വാർഡ് കൗൺസിലർ TK ബഷീർ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. കർഷക സമരത്തിൽ രക്തസാക്ഷിത്വം വരിച്ച സൈതാലിക്കുട്ടിയെ ഞായറാഴ്ച വിളയൂരിൽ അനുസ്മരിക്കും. സൈതാലിക്കുട്ടി മരിച്ചു വീണ സ്ഥലത്ത് CPM നിർമ്മിച്ച സ്തൂപത്തിൻ്റെ സമർപ്പണവും ഇതോടനുബന്ധിച്ച് നടക്കുമെന്ന് കർഷക സംഘം നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിളയൂരിൽ കർഷക സമരത്തിനിടെ രക്തസാക്ഷിത്വം വരിച്ച സൈതാലിക്കുട്ടിയുടെ 56ാമത് രക്തസാക്ഷിത്വ ദിനാചരണമാണ് ഞായറാഴ്ച കൂരാച്ചിപ്പടിയിൽ നടക്കുന്നത്. ഇതോടൊപ്പം സൈതാലിക്കുട്ടി മരിച്ചു വീണ സ്ഥലത്ത് നിർമ്മിച്ച രക്തസാക്ഷി സ്തൂപത്തിൻ്റെ സമർപ്പണം ഞായറാഴ്ച നടക്കും. CPM കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ MP അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. രക്തസാക്ഷി ദിനം, 55ാമത് വാർഷിക ദിനം നാളെ വിളയൂരിലെ പാർട്ടി വളരെ ആദരപൂർവ്വം ആചരിക്കുന്നു. ഈ വർഷത്തെ സൈതാലിക്കുട്ടി ദിനാചരണത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം മരിച്ചു വീണ സ്ഥലത്ത് ആ സ്ഥലത്തിനോട് ഉടമസ്ഥനായിരുന്ന സഖാവ് ചെള്ളി 4 സെൻറ്റ് സ്ഥലം പാർട്ടിയുടെ രക്തസാക്ഷി സ്തൂപം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് തന്നിരുന്നു. വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ M മുരളി, KV ഗംഗാധരൻ, M മണികണ്ഠൻ, രാജൻ പുന്നശ്ശേരി, സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ദുരന്തത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് K മുരളീധരൻ. സ്വയം രാജിക്ക് തയ്യാറായില്ലെങ്കിൽ വീണ ജോർജിനോട് മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെടണം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ KPCC പ്രസിഡന്റിനെ മാറ്റേണ്ട കാര്യമില്ലെന്നും K മുരളീധരൻ. K സുധാകരൻ മാറണമെന്ന് തനിക്ക് വ്യക്തിപരമായ അഭിപ്രായമില്ല. പുതിയ പ്രസിഡന്റ് ജനങ്ങൾക്ക് ഫോട്ടോ കണ്ടാലെങ്കിലും തിരിച്ചറിയാവുന്ന ആളാകണമെന്നും K മുരളീധരൻ. ഭാരതീയ സംസ്കാരം എക്കാലത്തും പുതുമയോടെ നിലനിൽക്കുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും എല്ലാവരുടെയും ക്ഷേമം ലക്ഷ്യം വയ്ക്കുന്നതുമാണെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. ജാതി ചോദിച്ച് മതം തിരിച്ച് കൊലവാളെടുക്കുന്ന ഭീകരതയെ ചെറുത്തു തോൽപ്പിക്കാൻ ഭാരതീയന് കഴിയണം. മാത്തൂരിൽ നടന്ന പൈതൃക ജില്ലാ പാലക്കാട് 2025 പരിപാടി ശ്രദ്ധേയമായി. വിഴിഞ്ഞം കേന്ദ്ര സർക്കാരിൻ്റെ കുഞ്ഞു തന്നെയെന്ന് തുഷാർ വെള്ളാപ്പള്ളി. ഇപ്പോൾ പലരും ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ NDA മുന്നേറ്റമുണ്ടാക്കുമെന്നും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ പ്രചരണം ആരംഭിക്കുമെന്നും തുഷാർ വെള്ളാപ്പള്ളി. തച്ചനാട്ടുകരയിൽ കുഞ്ഞിനെയെടുത്ത് അമ്മ കിണറ്റിൽ ചാടിയ സംഭവത്തിൽ കുഞ്ഞ് ചികിത്സയിലിരിക്കെ മരിച്ചു. 2.5 വയസ്സുള്ള കുഞ്ഞിനെയെടുത്ത്
അമ്മ കിണറ്റിൽ ചാടിയത് ഇന്നലെ രാത്രി. പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കുഞ്ഞു മരിച്ചത് ഇന്നു രാവിലെ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.